എല്ലാവർക്കും സംയോഗ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആസനം ശവാസനമാണ്. ശവാസനം നമ്മളുടെ കോടാനുകോടി കോശങ്ങളെ വിശ്രാന്തിയിലേക്ക് ആഴ്ത്തി നമ്മുടെ ശരീരത്തിലെ BP, ടെൻഷനും സ്ട്രെസ്സും സ്ട്രെയിനുമൊക്കെ കുറയ്ക്കാൻ സ്വാഭാവികമായി ചെയ്യുന്ന ഒരു ആസനമാണ്. പക്ഷെ ഇത് ശാസ്ത്രീയമായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ വിവരിക്കാൻ പോകുന്നത്. ശവാസനം ചെയ്യുമ്പോൾ സാധാരണയായിട്ട് മലർന്ന് കിടന്നു കഴിഞ്ഞാൽ ശവാസനം ആയി എന്ന് പറയും. പക്ഷേ അങ്ങനെ അല്ല. നമ്മൾ ബോധപൂർവം നമ്മുടെ ചിന്തകളെയെല്ലാം ക്രോഡീകരിച്ച് കൊണ്ടുവന്ന് ഏകാഗ്രതയോടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും വിശ്രാന്തിയിലേക്ക് ആഴ്ത്തുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ശവാസനം. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെല്ലാം വിശ്രാന്തിയിലേക്ക് ആഴുകയും പ്രപഞ്ച ജീവശക്തി ആ ഒഴിഞ്ഞ കോശങ്ങളിലേക്ക് എൻ്റർ ചെയ്യുകയും നമ്മൾ പൂർവാധികം ശക്തിയുള്ളവരായി തീരുകയും ചെയ്യും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ശവാസനം എങ്ങനെ പരിശീലിക്കുന്നു ഉള്ളതിൻ്റെ ഏറ്റവും ലഘുവായ വിവരണമാണ്. ശരീരം നീണ്ടു നിവർന്ന് മലർന്ന് കിടക്കുക. കാലുകൾ ഏകദേശം 2 അടി അകത്തി വയ്ക്കുക. ദേഹത്തിന്റെ ഇരുവശത്തുമായിട്ട് വാരിയിൽ നിന്ന് മകത്തി ഉള്ളം കൈകൾ മലർത്തി വെക്കുക. ശിരസ് നേരെയാക്കി വെച്ച് കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. കാലിന്റെ അടിഭാഗം മുതൽ തലയുടെ മുകൾ ഭാഗം വരെയുള്ള എല്ലാ പേശികളും പൂർണ്ണമായും തളർത്തിയിടുക. ഓരോ കോശങ്ങളും കാലിന്റെ വിരലുകൾ മുതൽ വിശ്രാന്തിയിലേക്ക് ആഴുന്നതായിട്ട് സങ്കല്പിച്ച് ക്രമാനുഗതമായിട്ട് വന്ന് ഉച്ചയിൽ ഉള്ള കോശങ്ങളും വിശ്രാന്തിയിലേക്ക് ആഴുന്നതായിട്ട് സങ്കല്പിക്കുക. ശവാസനം ചെയ്യുന്നതിനായിട്ട് നമ്മൾ നീണ്ടു നിവർന്ന് മലർന്ന് കിടക്കണം. മലർന്ന് കിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നേരെ ഇരുന്നിട്ട് മലർന്നങ്ങ് കിടക്കുകയല്ല. ഒരു വശം ചരിഞ്ഞ് ബെഡ്ഷീറ്റിലോ പായിലോ ആണ് നമ്മൾ കിടക്കേണ്ടത്. നമ്മൾ ഏത് ആസനം ചെയ്യുന്നതിന് മുമ്പും താഴെ ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഒരു പായോ വിരിക്കണം. വിരിച്ചിട്ട് കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്നാണ് ആസനം ചെയ്യേണ്ടത്. ശവാസനം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളും വിശ്രാന്തിയിലേക്ക് ആഴ്ന്നു വരികയും അതെല്ലാം നമ്മൾ ഒഴിഞ്ഞ ഒരു കപ്പ് പോലെ എംറ്റി ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കോശങ്ങളെല്ലാം. ആ സമയം നമ്മുടെ ചിന്തകളെല്ലാം ഒഴിഞ്ഞ് ആ അവസ്ഥയിൽ പ്രപഞ്ച ജീവശക്തി നമ്മളുടെ കോശങ്ങളിലേക്ക് എൻ്റർ ചെയ്യും. എല്ലാവരും ശവാസനം പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഗുണങ്ങൾ സ്വീകരിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വരികയാണെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.